ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടൊരു ഡ്രിങ്കാണ്. തണ്ണിമത്തം വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്കൊരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ലോണം കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുരുവൊക്കെ മാറ്റിയെടുക്കുക. ഇനിയിപ്പോൾ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലോണം തണുത്ത പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ തണുപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ തണുത്ത പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് മിൽക്ക് മെയ്ഡ്, കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഓവറായി പോകരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനി അതിലേക്ക് നട്ട്സായിട്ട് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് തണ്ണിമത്തനും കൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുക്കാം. കസ്കസ് ഇവിടെ നേരത്തെ തന്നെ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കസ്കസും കൂടി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കസ്കസ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ചൊറുക്കിനൊക്കെ വേണ്ടിയിട്ട് കസ്കസ് കൂടുതലായിട്ട് ഇട്ടുകൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം തണുപ്പിച്ചിട്ട് വേണം ഈ ഒരു ഡ്രിങ്ക് കഴിക്കാനായിട്ട്, എങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് സാവധാനം പോലെ കഴിച്ചാലും മതി കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച ആ ഒരു തണ്ണിമത്തൻ്റെ മിക്സും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ ഇനി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ അങ്ങ് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്